Hello guys, നമുക്ക് ഇന്ന് OnePlusന്റെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണായ OnePlus 60 ആണ് റിവ്യൂവിന് കിട്ടിയിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ പുതിയ ചാനലാണ്, അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്സും കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ദയവായി അറിയിക്കണം. ഈ ഫോണ് നമുക്ക് മിറർ ബ്ലാക്ക് എഡിഷൻ ആണ്, 128GB 6GB റാം വേരിയൻ്റ് ആണിത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് Snapdragon 845 ആണ്. പിന്നെ നമുക്കിത് ഓൾറെഡി ഇവിടെ കാണാൻ പറ്റും, സാർ വാല്യൂ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് 37,999 ആണ്, ഓൾമോസ്റ്റ് 38,000 ആണ്. പിന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, മോഡൽ ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് OnePlus. പിന്നെ വേറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റണ്ണിങ് ബോക്സിലാണ് നമുക്കിത് ഒരു OnePlus ബോക്സിൽ തന്നിരിക്കുന്നത്. വേറെ കാര്യങ്ങളൊന്നും പുറത്ത് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇവർ നമുക്ക് തന്നിട്ടില്ല. കേസിംഗ് എന്ന് പറയുന്നത് ഒരു അടിപൊളി കേസിലാണ് ഇവർ തന്നിരിക്കുന്നത്. ബോക്സിങ് ഗംഭീരമാണ്, വേറെ ഒന്നും പറയാനില്ല, അടിപൊളിയാണ് ഗായ്സ്. അൺബോക്സ് ചെയ്യാം. ഇനി ആ കവറൊന്ന് പീൽ ചെയ്യാം. OnePlusന്റെ ഒരു ബ്രാൻഡിങ്, ഒരു ബാൻഡ് പോലെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കവർ നമുക്കിതിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. OnePlus കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു സാധനം. ഓൾറെഡി നമ്മളിതെല്ലാം ഫീച്ചേഴ്സ് എല്ലാം നോക്കി കഴിഞ്ഞതാണ്. ഇനി നമുക്ക് OnePlus ഫോണ് 60 പുറത്തോട്ടെടുക്കാം. OnePlus ഡിമാൻഡ് ചെയ്യുന്നത് നല്ല സ്മൂത്തായിട്ട് പുറത്തേക്ക് വരുമെന്നാണ്, പക്ഷേ ഇത് ഇച്ചിരി ഹാർഡാണ് ഓപ്പൺ ചെയ്യാനും കാര്യങ്ങളും. ഓ ഗായ്സ്, എന്താ സ്റ്റണ്ണിങ് ഫോൺ, കിടിലൻ ലുക്കാണ്. നല്ലൊരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ തന്നെ കിടിലൻ ലുക്കും വരുന്നുണ്ട് ഇതിന്. നമുക്കിതെല്ലാം പുറത്തോട്ടെടുക്കാം. ഓൾറെഡി നല്ല ടൈറ്റാണ്, കുറച്ച് ഇച്ചിരി ഹാർഡാണ് പുറത്തേക്ക് എടുക്കാനോ. അവസാനം നമ്മൾ പുറത്തോട്ടെടുത്തു. കിടിലൻ ലുക്കാണ് ഗൈസ്. നമുക്ക് ഫോണിലോട്ട് പിന്നെ വരാം. നമുക്ക് ബാക്കി ബോക്സിൽ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നോക്കാം. OnePlus 6നെ പോലെ തന്നെ അവരൊരു കേസ് നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ഷെയ്ഡ് കേസ്. OnePlus 6ൻ്റെ അതേ കേസ് തന്നെയാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമുക്കിതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളിലേക്കും പിന്നെ നോക്കാവുന്ന. അത്യാവശ്യം നല്ല രീതിയിലാണ് ഇവർ പാക്ക് ചെയ്തേക്കുന്ന പേപ്പർ സ്റ്റഫ്സും ഇൻഫർമേഷൻ, യൂസർ ഗൈഡെല്ലാം. ഒരു സിം എജക്ടർ ടൂളും ഉണ്ട് ഇതിൻ്റെ ഒപ്പം. ഇത് OnePlusൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പേപ്പർ ഗൈഡ് തന്നെയാണ് നമുക്കിത്. പിന്നെ ഒരു പഴയ OnePlus 6 വരെയുള്ള സ്റ്റിക്കേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് അവർ ഇപ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് വീണ്ടും അവരുടെ യൂസർ ഗൈഡും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് പാക്ക് ചെയ്തിട്ട് വെക്കാം. കിടിലൻ പാക്കിംഗ് ആണ്, ഒന്നും പറയാനില്ലാത്ത പാക്കിംഗ് ആണ് OnePlus ഇതിനും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്കിത് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളാണ് നമുക്ക് സൈഡിലോട്ട് വെക്കാം. ഇനി ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന രീതിയിലാണ് നമുക്ക് ഇതത് ഇൻവിറ്റേഷൻ ലെറ്റർ തന്നെയാണ്. ഈ ലെറ്റർ OnePlusൻ്റെ CEO എന്ന് വരുന്നൊരു ലെറ്ററാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് പിന്നെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇടുന്നതാണ്. നമുക്ക് ഇതിൻ്റെ മെയിൻ പോരായ്മ എന്ന് പറയുന്നത് ഒരു ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തതാണ്. അത് നമുക്ക് OnePlus ഒരു കൺവേർട്ടർ രീതി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചാർജറാണ് പഴയ OnePlus ഡിവൈസിൻ്റെ അതേ ക്വാളിറ്റി തന്നെയാണ് ഇപ്പോഴത്തെ ചാർജറിനും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇതൊരു ടൈപ്പ് സി ചാർജർ തന്നെയാണിത്. അത്യാവശ്യം നല്ല കിടിലൻ ക്വാളിറ്റി തന്നെയാണ്, അവരുടെ കിടിലൻ പാക്കിങ്ങും. പിന്നെ അവരുടെ മോസ്റ്റ് ഇന്നോവേറ്റീവ് ടെക്നോളജി എന്ന് പറയപ്പെടുന്ന ഡയറ്റ് ചാർജിങ് തന്നെയാണ്. കിടിലൻ ഒരു ചാർജർ ബ്രിക്ക് തന്നെയാണിത്. OnePlusൻ്റെ ലോഗോ എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5V 4A കിടിലൻ ഔട്ട്പുട്ടും 30 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് എത്തുവാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിൻ്റെ കൺവേർട്ടർ ഇത് തന്നെയാണ് ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് ഇതിൽ തോന്നിയത്, ഒരു ഹെഡ്. പിന്നെ നമുക്ക് ഡയറക്റ്റ് ഫോണിലോട്ട് തന്നെ പോവാം. ഫ്രണ്ടിൽ നമുക്കൊരു 16MP ഫ്രണ്ട് ക്യാം കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നോച്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് 16MP ഫ്രണ്ട് ക്യാം വരുന്നത്. അത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഡൗൺ സൈഡിലോട്ട് വരുമ്പോൾ ഒരു C-പോർട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെയാണ് നമ്മൾ ഹെഡ്ഫോൺ കൺവേർട്ടറും കണക്ട് ചെയ്യുന്നത്. പിന്നെ സൈഡിലായിട്ട് സ്പീക്കേഴ്സും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് സൈഡിലൊന്നുമില്ല. സൈഡിലോട്ട് വരുമ്പോൾ അലേർട്ട് സ്ലൈഡറും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേറൊന്നും ആ സൈഡിലില്ല. പിന്നെ അതർ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് വോളിയം ഡൗൺ റോക്കേഴ്സും പവർ ബട്ടണും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ട് നോക്കുമ്പോൾ 16MP ഒരു 20MP ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 16MP ഡെപ്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ കിടിലൻ ഒരു OnePlus ലോഗോയും കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാ OnePlus ഫോൺസിനെ പോലെ തന്നെയാണ് ആ ലോഗോയും. പിന്നെ NFC, സിം കാർഡ് ട്രേ, അങ്ങനത്തെയുള്ള കാര്യങ്ങളും കമ്പനി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സിം എജക്ടർ ടൂൾ വെച്ചിട്ട് സിം ട്രേ ഒന്ന് തുറന്നു നോക്കാം.
ബിക്കോസ് ഇത് എക്സ്പാൻഡബിൾ അല്ലാത്തത് കൊണ്ട് ഉദ്ദേശിച്ചതുപോലെ തന്നെ 2 നാനോ സിം മാത്രമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് 128 GB ആണ്. അത് എക്സ്പാൻഡബിൾ ചെയ്യേണ്ടാത്തതുകൊണ്ട് 2 നാനോ സിം മാത്രമേ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ക്ലൗഡ് സ്റ്റോറേജ് യൂസ് ചെയ്യാവുന്നതാണ്. അതും കമ്പനി നമുക്ക് OnePlus ക്ലൗഡിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ 60 ഒന്ന് ബൂട്ടപ്പ് ചെയ്യാം. 60 യൂസ് ചെയ്തേക്കുന്ന ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ 9.0 ആണ്. അത് പൈ എന്ന് പറയുന്ന വേർഷനാണ്. പിന്നെ ഇതിൽ OnePlusൻ്റെ തന്നെ ഒരു കസ്റ്റം യൂസർ ഇൻ്റർഫേസ് ഉണ്ട്. അതാണ് ഓക്സിജൻ OS ആണ്. അപ്പോൾ ഇത് ഞാനൊന്ന് കോൺഫിഗർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ വൈൻഡ് ചെയ്തേക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കോൺഫിഗറേഷനാണ്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.41 ഇഞ്ച് ഫുൾ HD ഒപ്റ്റിക്കൽ ആംലേഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം ഫാസ്റ്റർ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ്. സാധാരണ ഓപ്പോ ഡിവൈസും വിവോ ഡിവൈസിനേക്കാളും ഫാസ്റ്ററാണ് OnePlusൽ ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് സെൻസർ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അബൌട്ട് ഫോണിലൊന്ന് പോയി നോക്കാം അവിടെ എന്തൊക്കെ വിവരങ്ങളാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നതെന്ന്. ഇതിന് വരുന്ന ബാറ്ററി എന്ന് പറയുന്നത് 3700 mAh ബാറ്ററിയാണ്. അത്യാവശ്യം ബാക്കപ്പ് കിട്ടുന്ന ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഫോൺ തരുന്നതാണ്. ഇത് 6 GB ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 128 GB സ്റ്റോറേജ്. ആൻഡ്രോയിഡ് വേർഷൻ 9 തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതിന് വേറെ ഒരു ഫീച്ചർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോച്ച് ഇതിൽ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും എന്നുള്ളൊരു ഫീച്ചർ തന്നെയാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. അത് നമുക്കിവിടെ കാണാൻ പറ്റും. വിത്തൗട്ട് നോച്ച് ആൻഡ് നോച്ച് ഉള്ളത് തന്നെയാണ് കുറച്ചുകൂടെ കിടിലൻ ലുക്ക് തരുന്നത്. So next video will be a comparison video between the camera performance of OnePlus 60, OnePlus 6 and iPhone XS. So please do subscribe to our channel and stay updated. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ OnePlus മുതലാളിയുടെ ഒരു കത്ത് തന്നെയാണിത്. ഒരു കിടിലൻ കത്ത് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്യാവശ്യം ഒരു കിടിലൻ ഫോണ്ടിലേക്കാണ് ഈ കത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം വായിക്കാൻ എനിക്ക് ടൈമില്ല, വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു കിടിലൻ വ്യൂ തരാം. അതിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിക്കേണ്ടവർക്ക് വായിക്കാം, അല്ലാത്തവർക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് വിടാം. ഇതാണ് കത്ത്. നെവർ സെറ്റിൽ എന്നൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട്.